ഹായ്, വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ KSRTC നടത്തുന്ന ഗവി ട്രിപ്പുകളെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ അതിനകത്ത് കുറേയേറെ ക്വസ്റ്റ്യൻസും ഡൗട്ട്സും ആ വീഡിയോസിൽ കമൻ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിലുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. മെയിനായിട്ടും ഏതൊക്കെ ഡിപ്പോകളിൽ നിന്നാണ് ഇപ്പം നിലവിൽ ഗവി സർവീസ് ഉള്ളതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഏതൊക്കെ ഡിപ്പോയിൽ നിന്നാണെന്ന് ഞാനൊന്ന് ആദ്യം പറയാം. നിലവിൽ ഇപ്പോൾ KSRTC നടത്തുന്നത് ഗവി ട്രിപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് തിരുവനന്തപുരം സിറ്റി, നെയ്യാറ്റിങ്കര, പാപ്പനംകോട്, വിതുര, വെള്ളറട, വെള്ളനാട്, പാറശാല, കിളിമാനൂർ, ആറ്റിങ്ങൽ, കൊല്ലം, കുളത്തുപുഴ, കൊട്ടാരക്കര, ചേർത്തല, കരുനാഗപ്പള്ളി, അടൂർ, പുനലൂർ, ചാത്തന്നൂർ, ആര്യങ്കാവ്, പത്തനംതിട്ട, കോന്നി, തിരുവല്ല, ഹരിപ്പാട്, ചെങ്ങന്നൂർ, കായംകുളം, മാവേലിക്കര, ആലപ്പുഴ, എടത്വ, പാല, കോട്ടയം, വൈക്കം, പൊൻകുന്നം, ചങ്ങനാശ്ശേരി, തൊടുപുഴ, കൂത്താട്ടുകുളം, കോതമംഗലം, ചാലക്കുടി, ഇരിങ്ങാലക്കുട, നിലമ്പൂർ, പെരിന്തൽമണ്ണ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, താമരശ്ശേരി, കണ്ണൂർ. ഇത്രയും ഡിപ്പോകളിൽ നിന്നാണ് നിലവിൽ ഗവി പാക്കേജ് KSRTC ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഡിപ്പോയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഫെയർ ആയിരിക്കും. തിരിക്കുന്ന സമയത്തിലെല്ലാം വ്യത്യാസം വരാം. അപ്പോൾ ഇവിടുന്ന് ഏത് ഡിപ്പോയിൽ നിന്ന് തിരിച്ചാലും രാവിലെ ഒരു 6 മണിയോടുകൂടി പത്തനംതിട്ട എത്തിച്ചേരുന്ന രീതിയിലാണ് ബസ്സുകളെല്ലാം ചാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രത്തു നിന്നാണെങ്കിൽ ഒരു റണ്ണിങ് അവർ ഏർലി മോർണിംഗ് ആകുമ്പോൾ ഒരു 2 മണിക്കൂർ മതിയാവും. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു 4 മണിക്ക് തിരിച്ചു കഴിഞ്ഞാൽ 6 മണിയോടുകൂടി ആ സമയത്ത് വെളുപ്പിന് സമയത്ത് ഒരു 4 മണിക്ക് തിരിച്ചു കഴിഞ്ഞാൽ 6 മണിയോടുകൂടി പത്തനംതിട്ട എത്തിച്ചേരാം. എന്നിട്ട് പത്തനംതിട്ടയിൽ നിന്നൊരു ഫ്രഷപ്പും ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഒരു 6-6:30 ആകുമ്പോഴത്തേക്കും പത്തനംതിട്ടയിൽ നിന്ന് തിരിക്കുന്ന രീതിയിലായിരിക്കും. ഒരു 6:45 മാക്സിമം തിരിക്കുന്ന രീതിയിലായിരിക്കും പത്തനംതിട്ടയിൽ നിന്ന് ചാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ അവിടുന്ന് ആദ്യം പോകുന്നത് ആങ്ങാമൊഴി ചെക്ക് പോസ്റ്റിലേക്കാണ്. ഫ്രഷപ്പും ബ്രേക്ക്ഫാസ്റ്റും പത്തനംതിട്ട ഡിപ്പോയിൽ നിന്നായിരിക്കും, ആ ഡിപ്പോയുടെ പരിസരത്ത് നിന്ന് എവിടെന്നെങ്കിലും ആയിരിക്കും ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ ആങ്ങാമൊഴി ചെക്ക് പോസ്റ്റിലേക്ക് ആണ് ആദ്യം യാത്ര തിരിച്ച് ആദ്യം എത്തുന്നത് പത്തനംതിട്ടയിൽ നിന്ന്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പോകുന്ന ബസ്സിലായിരിക്കില്ല. പോകുന്ന ബസ് ചിലപ്പോൾ ഒരു സൂപ്പർ ക്ലാസ് ബസ്സായിരിക്കും, സൂപ്പർ എക്സ്പ്രസ്സോ സൂപ്പർ ഡീലക്സോ അല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റോ ആയിരിക്കും പോകുന്നത്. പക്ഷേ നമുക്ക് ആ ബസ് ഗവിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ പോകുന്ന ബസ് നമ്മൾ പത്തനംതിട്ട ഹോൾട്ട് ചെയ്തിട്ട് പത്തനംതിട്ടയിൽ നിന്ന് ഒരു കട്ട്ചേസ് ബസ്സിലായിരിക്കും പിന്നെ അവിടെ നിന്നുള്ള യാത്ര. പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് കട്ട്ചേസ് ബസ്സിലായിരിക്കും യാത്ര. കാര്യം അത് നമുക്ക് ഫോറസ്റ്റിനുള്ളിലേക്ക് ചെറിയ ബസ്സസ് മാത്രമേ പോവുള്ളൂ. കട്ട്ചേസ് നീളം കുറഞ്ഞ ഷോർട്ട് വീൽ ബസ്സസ് മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആയിരിക്കും യാത്ര. അവിടെ ആ ബസ് മാറിയിട്ടായിരിക്കും പോകുന്നത്. എന്നിട്ട് അവിടുന്ന് ഫ്രഷപ്പും ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് നേരെ ആദ്യം എത്തുന്ന ആങ്ങാമൊഴിയാണ്. ഒരു 6:45 പത്തനംതിട്ടയിൽ തിരിച്ചു കഴിഞ്ഞാൽ ഒരു 8:15 ഒരു 1.5 മണിക്കൂർ എടുക്കും ആങ്ങാമൊഴി ചെക്ക് പോസ്റ്റ് എത്താൻ. അപ്പോൾ ഒരു 8:15 ആകുമ്പോഴത്തേക്കും നമ്മുടെ ആങ്ങാമൊഴി ചെക്ക് പോസ്റ്റ് എത്തും. അപ്പോൾ അവിടുത്തെ എൻട്രി ഫീയും കാര്യങ്ങളെല്ലാം നമ്മുടെ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. KSRTCയുടെ പാക്കേജിലുള്ളതാണ്. എൻട്രി ഫീ എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 70-80 റുപ്പീസ് എൻട്രി ഫീ ഒരാൾക്ക് പെർ ഹെഡ് എൻട്രി ഫീ ഉണ്ട്. പിന്നെ ബസ്സിനൊരു എൻട്രി ഫീ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു വീണ്ടും ഇറങ്ങുന്ന ടൈമിൽ ഒരു എൻട്രി ഫീ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെല്ലാം ഈ എല്ലാ എൻട്രി ഫീസും ഈ ഒരു പാക്കേജിൽ KSRTC ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ പോകുന്നത് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ്, അതായത് ആങ്ങാമൊഴി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അവിടുന്ന് എൻട്രി ഫീ പേ ചെയ്ത് ബസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്തുന്നത് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ്. അത് കഴിഞ്ഞ് മൂഴിയാർ ഡാം. അപ്പോൾ മൂഴിയാർ ഡാം എത്തിക്കഴിഞ്ഞാൽ ഈ ഗവിക്കകത്തുള്ള ഡാമുകളുടെ എല്ലാം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആർച്ച് ഡാമാണ്. നമ്മൾ ഇടുക്കി ഡാം അറിയാമല്ലോ, ഒരു ആർച്ച് ആകൃതിയിലാണല്ലോ ഇടുക്കി ഡാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് ബാക്കി ഈ ഗവിക്കകത്തുള്ള മിക്കവാറും ഡാംസിൻ്റെ കൺസ്ട്രക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം മൂഴിയാർ ഡാം, ഒരുപാട് ഡാംസിൻ്റെ ചെയിൻ ഓഫ് ഡാംസിൻ്റെ ഒരു സ്ഥലമാണ് ഗവി എന്ന് പറയുന്നത്. അപ്പോൾ മൂഴിയാർ ഡാം, അത് കഴിഞ്ഞ് കക്കി ഡാം കഴിഞ്ഞ് ആനത്തോട് ഡാമും കവർ ചെയ്ത് അവിടുന്ന് നേരെ കൊച്ചു പമ്പയിൽ എത്തിച്ചേരും. അപ്പോൾ ഈ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് വന്യമൃഗങ്ങളെ കാണാനുള്ളൊരു
പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ചെറിയ വാഹനങ്ങളിൽ പോകുന്ന കാറിൽ പോകുന്ന പോലെയല്ല, ബസ്സിലാകുമ്പോൾ നമുക്ക് വിസിബിലിറ്റി ദൂരത്തേക്കുള്ള വിസിബിലിറ്റി കൂടുതലായിരിക്കും. വന്യമൃഗങ്ങൾ, ആനയും പോലുള്ള വന്യമൃഗങ്ങളെ കാണാനുള്ളൊരു പോസിബിലിറ്റി എപ്പോഴും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയോടുകൂടി കൊച്ചു പമ്പയിൽ എത്തിച്ചേരും. കൊച്ചു പമ്പയിൽ എത്തിച്ചേർന്നിട്ട് അവിടെ ആയിരിക്കും നമുക്ക് ലഞ്ചും ബോട്ടിങ്ങും KSRTC അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ലഞ്ചും ബോട്ടിങ്ങും എല്ലാം KSRTCയുടെ പാക്കേജിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൊച്ചു പമ്പയിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ബോട്ടിംഗ് എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് 20-25-30 മിനിറ്റ്സ് മാക്സിമം അത്രയും ടൈം ഡ്യൂറേഷനേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ ലഞ്ചും അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നേരെ ഗവിയിലേക്ക് പുറപ്പെടും. ഗവിയെ കണ്ടിട്ട് അവിടുന്ന് നേരെ വണ്ടിപ്പെരിയാർ, നമ്മൾ ഗവി എക്സിറ്റ് ഇറങ്ങി നേരെ വണ്ടിപ്പെരിയാർ ചെന്നിറങ്ങും. അവിടുന്ന് ടൈം ഉണ്ടെങ്കിൽ, അത് ഓപ്ഷനിലാണ്, ടൈം ഉണ്ടെങ്കിൽ പരുന്തുംപാറ കൂടി പോയിട്ടായിരിക്കും വരുന്നത്. അത് ഓപ്ഷനിലാണെന്ന് KSRTC അവരുടെ ബ്രൗഷറിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ടൈം ബൗണ്ടറാണ്. നമ്മൾ ബാക്കി നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ടൈം ബൗണ്ടറായിട്ട് കവർ ചെയ്ത് വണ്ടിപ്പെരിയാർ എത്തുകയാണെങ്കിൽ അവിടുന്ന് നേരെ പരുന്തുംപാറ കൂടി കവർ ചെയ്തിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. പരുന്തുംപാറയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, പോയിട്ടുള്ളവർക്കറിയാം, എപ്പോഴും കോടമഞ്ഞ് പൊതിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് പരുന്തുംപാറ. അപ്പോൾ അതുകൂടി കണ്ടിട്ട് തിരിച്ച് നേരെ പത്തനംതിട്ടയിലേക്ക് തിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചൊരു 8-8:30 ആകുമ്പോഴത്തേക്ക് പത്തനംതിട്ട ഡിപ്പോയിൽ തിരിച്ചെത്തും. അവിടെ വന്ന് നമ്മൾ രാവിലെ എടുത്തു പോയ വണ്ടി നമ്മൾ കട്ടേഴ്സ് എടുത്തിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ആ വണ്ടി തിരിച്ച് പത്തനംതിട്ട ഡിപ്പോയിൽ കൊടുത്തിട്ട് അവിടുന്ന് നമ്മൾ വന്ന വണ്ടിയിലേക്ക്, നമ്മൾ വന്ന ഡിപ്പോയിലേക്ക് തിരിക്കും. തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്നാണ് നമ്മൾ ട്രിപ്പ് ചാർട്ട് ചെയ്ത് പോയിട്ടുള്ളതെങ്കിൽ പത്തനംതിട്ടയിൽ ആ കട്ടേഴ്സ് ബസ് തിരിച്ചു കൊടുത്തിട്ട് അവിടുന്ന് നമ്മൾ വന്ന സൂപ്പർ ക്ലാസ് ബസ് ഏതാണെന്ന് വെച്ചാൽ ആ ബസ്സിൽ കയറി തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തേക്ക് യാത്ര തിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഐറ്റിനറി വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻക്ലൂഷൻസ് KSRTC പറയുന്നത് ബസ് ഫെയർ, ലഞ്ച്, ബോട്ടിംഗ് ചാർജ്, എൻട്രി ഫീ അറ്റ് ഗവി, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാക്കേജിൽ KSRTC ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വനമേഖല ആയതുകൊണ്ട് കുറേ ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക് കവറുകൾ ഒന്നും വനമേഖലയിൽ ഉപേക്ഷിക്കാൻ പാടില്ല. മദ്യം, ലഹരി വസ്തുക്കൾ തുടങ്ങിയ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. ആഹാര സാധനങ്ങൾ വനമേഖലയിൽ ഉപേക്ഷിക്കാൻ പാടില്ല. വന്യമൃഗങ്ങളെ കാണാനോ ഉപദ്രവിക്കാനോ പാടില്ല. നദികളിൽ ഇറങ്ങി കുളിക്കുവാൻ പാടില്ല. ഒരുപാട് ഡാംസ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. അനുവാദം ഇല്ലാതെ ഉൾക്കാടുകളിലേക്ക് പോകാൻ പാടില്ല. ആയുധങ്ങൾ തന്നെ ഒന്നും തന്നെ കൈവശം വയ്ക്കാൻ പാടില്ല. പിന്നെ യാത്രാമധ്യേ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുന്ന പക്ഷം അവയെ പ്രകോപിപ്പിക്കാൻ പാടില്ല. പിന്നെ അനുവദനീയം അല്ലാത്ത സ്ഥലത്ത് നിർത്തുകയോ ഫോട്ടോഷൂട്ട് നടത്താനോ പാടില്ല. വനമേഖലയിൽ സൗണ്ട് സിസ്റ്റം ഉപയോഗിക്കാൻ പാടില്ല. യാത്രയിൽ KSRTC വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, ഗൈഡുകൾ ഇവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ നമ്മൾ യാത്ര ചെയ്യാവൂ. ഇങ്ങനെയുള്ള കുറേ ഇൻസ്ട്രക്ഷൻസ് വനം വകുപ്പും KSRTCയും പറയുന്നുണ്ട്. നമുക്കിതെല്ലാം പാലിച്ച് മാത്രമേ നമുക്ക് ഗവിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ KSRTC നടത്തുന്ന കൂടുതൽ കൂടുതൽ പാക്കേജിനെ കുറിച്ചുള്ള വീഡിയോസ് ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.